ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷം ഇന്ന് കിച്ചു ഒരുപാട് സമയത്തോടെ ഗാർഡനിൽ കുറേ പണി ചെയ്തു. ഞങ്ങളുടെ റംബൂട്ടാൻ ആക്ച്വലി അത്രയും കിളികൾ കൊണ്ടുപോയി. എന്നാലും കുറച്ച് നെറ്റൊക്കെ ഇടാൻ പറ്റി. ഇത്തവണ എല്ലാം നന്നായിട്ട് കുറഞ്ഞു പോയി. ഞാൻ ഇവിടെ പിടിക്കാം. ഒരറ്റം ഇല്ല, ഇങ്ങോട്ട് വേണേ. ഇവിടെ തട്ടി വീഴാൻ മരത്തിൽ തന്നെ കൊണ്ട് ചതയും. അത് വേറെ വിഷയം. കിച്ചു മരത്തിൽ കയറ്. ഇനി കയറുന്ന പ്രശ്നമില്ലേ. അന്നത്തെ ഒരൊറ്റ വീഴ്ചയുടെ കാര്യം മതിയാക്കി. 10-30 വയസ്സായില്ലേ. നീട്ടി മൂളല്. കിച്ചിന് 30 എനിക്ക് 26. ഞാൻ 2 ദിവസം കൂട്ടി പറഞ്ഞല്ലേ, കള്ളം പറഞ്ഞത്. 32. ഓക്കെ, കൂട്ടി പറഞ്ഞു. ആരുടെ? കിച്ചുനോ? എല്ലാരും കുറച്ച് പറയുമ്പോ ഇത് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കണം. പക്ഷെ മരത്തിൽ തട്ടിയ ചെതറത്തില്ലേ? കിട്ടി 3 കിട്ടി. അത് താഴെ വീടല്ലേ? കിട്ടിയത് വീടല്ലേ? Come on. Ready? താഴെ വീണ് നമുക്ക് ഉടനെ കഴുകിയെടുക്കാം. അതിൽ കൂടെ മിക്സ് ആക്കിയ പോട്ട് കിച്ചു നമുക്കിങ്ങനെ വെക്കാം. അത് പറക്കിയെടുക്കാം. ജോബി ഞാൻ പണ്ട് എൻ്റെ ബർത്ത്ഡേക്ക് നട്ടൊരു ചെടിയാണ്. ഗുഡ് മോർണിംഗ്. ഈ കാക്കയോ ഏതൊക്കെയോ കിളികളോ എന്നും ഒത്തിരി റംബൂട്ടാൻ പഴുക്കാൻ സമ്മതിക്കാതെ തള്ളിയിടുവാണേ. രാവിലെ ആകുമ്പോൾ നമ്മൾ വന്നതിൽ ഇച്ചിരി കിളിയൊന്നും കടിക്കാത്ത നോക്കിയുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തെടുത്ത് വാഷ് ചെയ്ത് നമുക്ക് തന്നെ കഴിക്കാം. പക്ഷെ ഒന്നും അങ്ങോട്ട് നല്ല മധുരം ആയിട്ടില്ല, ഒരു രക്ഷയില്ല. കുറേ നെറ്റൊക്കെ ഇട്ടു, എന്നാലും എല്ലാ ഭാഗത്തും നെറ്റ് എത്തിക്കാൻ പറ്റിയില്ല. കിച്ചുവിന് ടൈം ഒന്നുമില്ലായിരുന്നു. നോക്കിയേ ഇവരുടെ പണി എന്തുമാത്രം തറയി വീണ് കിടക്കുന്നു. പുതിയൊരു രീതിയാണ് കേട്ടോ. പണ്ടൊന്നും ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇത്രയും കുളമാക്കത്തില്ലായിരുന്നു. ഓരോന്നും ഞാൻ എടുത്തിങ്ങനെ ചെക്ക് ചെയ്യും. എന്തെങ്കിലും കുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ കളയും. ഇതൊക്കെ ഓക്കെയാണ്. എന്താ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്. അയ്യോ, അപ്പുറത്തെ പ്ലാവ് വെട്ടിയോ? അടിപൊളി ചക്കയായിരുന്നല്ലോ ഇങ്ങോട്ടുള്ള പോർഷൻ വെട്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ? ഇവിടെ നല്ല ഉഗ്രം മഴയാണ്.
ഓസി ഇപ്പോൾ ഗുഡ് ഗേൾ ആയിട്ട് എന്നും ജിമ്മിൽ പോകും. ഓസിക്ക് റംബൂട്ടാൻ ഇഷ്ടമല്ല, ഞാൻ ഇപ്പോൾ കഴുകി വെച്ചതാ റംബൂട്ടാൻ. കൊതു കടിച്ച് എവിടെ നോക്കട്ടെ, എവിടെ കൊതു കടിച്ച്? ഞാൻ തിന്നണ കണ്ട ഹായ്, കുറേ ദിവസമായല്ലേ ഞാൻ സ്ഥിരം ഓരോ വീഡിയോസിലും ഇതുപോലെ പിന്നെ വന്ന് പറയും കുറേ ദിവസമായി. ഇന്ന് രാവിലെ ഞാനൊരു വ്ളോഗ് സ്റ്റാർട്ടൊക്കെ ചെയ്തതാണ്. ബട്ട് ആസ് യൂഷ്വൽ അത് എവിടെയൊക്കെയോ പോയോ, ഇവിടെ തീ പുക. ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് കയറി പോകുന്നതിന് മുന്നേ അത് അണച്ചിട്ട് വേണം പോകാൻ. പണ്ടൊരിക്കൽ ഇതുപോലെ കിച്ചു എന്തോ തീയിട്ടിരുന്ന അവസാനം അതിൽ നിന്ന് എന്തോ പുറത്ത് ചാടി, അതിൽ നിന്ന് എന്തോ പ്ലാസ്റ്റിക്കിൻ്റെ അവിടെ തീ പിടിച്ചു, ആ കുളമായി. സോ ഇന്നങ്ങനെ ആകാൻ പാടില്ല. ഇവിടെ നിന്ന് കുറച്ച് നേരം സംസാരിക്കാൻ പറഞ്ഞ് വന്നത്. എന്തൊരു പുക വരുന്നത് ഇങ്ങോട്ട്. കുറച്ച് ദിവസമായിട്ടൊരു വില്ലൻ പൂച്ച വരുമോ, നമ്മുടെ ഇവിടുത്തെ പാവം പൂച്ചകളൊക്കെ ഉപദ്രവിക്കുന്നു. കുറച്ച് നേരം ഗാർഡനിൽ നിന്ന് ഹൈ അതൊക്കെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ വലിയ മറ്റേ തണുപ്പ് ഊട്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഫോഗൊക്കെ കാണിക്കാനായിട്ട് ചിലപ്പോൾ ഇതുപോലത്തെ വല്ല പുകയായിരിക്കും ഇടുന്നത് കേട്ടോ. ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ പുക. ഇവിടെ നല്ല ഫീലുണ്ടല്ലേ. ഞാനിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്ന് തണുപ്പത്ത് നിൽക്കുന്ന പോലെ തോന്നും. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് കെടുത്തിയിട്ട് വരട്ടെ. ഇച്ചിരി വെള്ളം ഒഴിച്ചു നിന്നാൽ മതിയായിരുന്നു. രക്ഷയില്ലല്ലോ. വെള്ളം ഒഴിച്ചിട്ടും അതാണ് ഞാൻ വിസമ്മതിക്കുന്നു. അപ്പോൾ കുറച്ച് നേരം കത്തട്ടെ. ഞാനിന്ന് വെളിയിലൊന്നും പോകണില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. സോ ഞാനൊന്ന് ശ്രദ്ധിക്കാം. എന്തെങ്കിലും പുക കൂടിയാൽ കുറച്ച് കഴിയുമ്പോൾ വന്നത് അണച്ചിടാം. പിന്നും കാക്കകൾ ഉള്ള റംബൂട്ടാനെല്ലാം തള്ളി താഴെ ഇട്ടേക്ക്. അതും കൂടെ ഒന്ന് പറക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. ഞാൻ നല്ല കുളിച്ച് ഫ്രഷായിട്ട് നിന്നതാണ്. ആ പുകയടിച്ച് ആകെ വിയർക്കും. Snacks. എന്താടാ സോ ഗുഡ് മോം യുവർ ടീ. ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് പറയായിരുന്നു വേറെ ഫോണിൽ ടീ കാരോട്ടിക്ക് ചായ കുടിക്കണം. അപ്പം തന്നെ എനിക്ക് വീട്ടിൽ പോയിട്ട് നമ്മൾ ചായ കുടിക്കണം. give you an award for this. Love it. പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ ആവത്തില്ല. എക്സാക്ട്ലി എല്ലാ ദിവസവും നല്ല കറക്റ്റ് ടേസ്റ്റ് ആവില്ല. ഇത് ഒന്ന് ലവ് ഇറ്റ്. സ്ട്രോങ് ചായ. താങ്ക് യു ഹൻസു. നോ താങ്ക് യു മോം. കർണാടി ഫുഡിനെ പറ്റിയാ ബൈ ഹൻസു. വൈകുന്നേരത്തെ ടൈം പറയണേ. ബൈ. വളരെ ഏർലിയായിട്ട് വന്നു. ലൈക്ക് 8 ഒക്കെ ആയപ്പോൾ. കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമാണ്. 2, 8, 3.
ഗുഡ് മോർണിംഗ്. ഇങ്ങനെയാണ് ബ്രൈറ്റ്. ഇന്ന് ജൂൺ 12, ഇന്ന് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ കിച്ചു ഇവിടെ ഇല്ല. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ആലോചിച്ച് മാത്യൂസ് കേക്ക്, സാധാരണ ഓരോരുത്തരുടെ ബർത്ത്ഡേ ആകുമ്പോഴാണ് നമ്മൾ മാത്യൂസ് കേക്ക് വാങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മെയ്യിൽ ഓസിയുടെ ബർത്ത്ഡേക്ക് ഓസി ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ഓസിയുടെ പേരും പറയും ഞാനൊരു കേക്ക് വാങ്ങി. അപ്പോൾ ചോദിച്ചാൽ കിച്ചുവിൻ്റെ ബർത്ത്ഡേ, കിച്ചുവിൻ്റെ പേരും പറഞ്ഞിട്ടൊരു കേക്ക് വാങ്ങിക്കാം. കുറേ നാളായി മാത്യൂസ് കേക്ക് കഴിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് കിച്ചുവിനെ ഇന്നലെ വിളിച്ചിട്ടൊരു കേക്ക് ഓർഡർ ചെയ്തു. ഞാൻ കളക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ രാവിലെ ഡാഡിയെ ഞാൻ ഇവിടെ അഗർവാൾ ഐ ഹോസ്പിറ്റലിൽ കാറ്ററാക്ട് ചെയ്യാനായിട്ട് ഉള്ള ടെസ്റ്റിന് കൊണ്ടുപോയി. അപ്പോൾ കോവിഡ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഡാഡി ഒരു കണ്ണിൽ കാറ്ററാക്ട് ചെയ്തത്. അപ്പോൾ അവർ 3 മാസം കഴിഞ്ഞ് പിന്നും ചെയ്യാൻ വരാൻ പറഞ്ഞത്. പക്ഷേ അപ്പോഴത്തേക്ക് കോവിഡിങ് എത്തി. പിന്നെ അങ്ങോട്ട് നടന്നില്ല. ഒരു 1.5 ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ഇങ്ങനെ പൊതുവേ നമ്മൾ ഹോസ്പിറ്റൽസൊന്നും അങ്ങനെ പോകത്തില്ലല്ലോ. അങ്ങനെ അങ്ങ് ഇരുന്നിരുന്ന് കാലങ്ങൾ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഡാഡിക്ക് ഡയബറ്റിക് ആണ്. അപ്പോൾ ഡയബറ്റിക് കൺട്രോളിൽ വരാത്തത് കൊണ്ട് പിന്നെ ചെയ്യാൻ പറഞ്ഞ് കുറേ നാളായി കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി ഷുഗർ നോക്കിയപ്പോൾ കുറച്ച് അണ്ടർ കൺട്രോളിലായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ വാ നമുക്കൊന്ന് പോയി കാറ്ററാക്ട് ചെയ്യാം. എൻ്റെ കേക്കാണോ അവിടെ എടുത്ത് വെച്ചേക്കുന്നത്. കിച്ചുവിൻ്റെ പേരിലുള്ള കേക്ക് കളക്ട് ചെയ്തു. ഇവിടുത്തെ ചെടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഡാൻസ് ഞങ്ങൾക്ക് പറിച്ചുകൊണ്ട് വന്ന കുറെ ഫ്രണ്ട്സ്. ഗുഡ് ഗേൾസ്, എന്നെ ഒറ്റയ്ക്കൊന്നും ആക്കാത്ത ഗുഡ് ഗേൾസ്. നിങ്ങളൊക്കെ ഡാൻസിലുണ്ടായിരുന്നോ? ഡാൻസ് എന്റെ കൂടെ തത്തമ്മ പാട്ടൊക്കെ കളിച്ചപ്പോൾ. തത്തമ്മ പാട്ടോ? ഓക്കെ. നിങ്ങളൊക്കെ ഏത് ഇയറാ? സീനിയേഴ്സാ? അല്ല സെക്കൻഡ്. ഇപ്പൊ ഹൻസ് ഒരു എക്സാമും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞ 3rd ഇയേഴ്സ് ആയി. ഓ അങ്ങനെ. ഹൻസ് നിങ്ങളെ റാഗി വരും. ഓക്കെ ബൈ. So, how was lunch? Oh, it was very tasty. Really? നാളെ എന്ത് വേണം? Same. ഇവിടെ കൊഞ്ചില്ലടാ. നോ കൊഞ്ച്. ഹലോ. ഞാനിവിടെ ഇല്ലായിരുന്ന ദിവസം എൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കണ സാധനത്തിൻ്റെ ഇത് ആരോ റെഡിയാക്കി കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാനായിട്ട് നോക്കുക, അത് പറ്റുന്നില്ല. ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ബ്രൈറ്റാണോ, എൻ്റെ ഫേസ് ബേൺ ആവുന്നുണ്ടോ? ഞാൻ കുറച്ച് ദൂരെ വയ്ക്കാം. ഇതവിടെ കൊണ്ട് വെച്ചിട്ട് വരട്ടെ. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ടുള്ള ഫുട്ടേജസ് കുറച്ച് ഓരോ ദിവസം ഞാൻ വിചാരിക്കും ഇന്ന് ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഞാൻ സ്റ്റാർട്ട് ഓഫ് ചെയ്യണം. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ട് ഞാൻ അങ്ങ് ആ ദിവസത്തെ ആ കുറച്ച് ഫുട്ടേജ് മാത്രം എൻ്റെ ഗാലറി കിടക്കും. പിന്നെ അങ്ങ് പിറ്റന്നാവും എനിക്കോ ഇന്നെന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയായി. ഇന്ന് ഞാൻ എന്തൊക്കെയോ എടുത്ത് തുടങ്ങി. അൻസുവിന് രാവിലെ കോളേജിൽ വിടുന്നത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഡാഡിയെയും കൊണ്ട് അഗർവാൾ ഹോസ്പിറ്റലിൽ പോയതെടുത്തു. പിന്നെ എനിക്ക് ലഞ്ച് ടൈമൊക്കെ ആയപ്പോൾ ഐ വാണ്ടഡ് ടു ഷോ യു ഓൾ ആ ലഞ്ച്. പക്ഷെ അപ്പോൾ എന്തോ സംഭവിച്ചു, സംതിങ് ഹാപ്പൺ. എന്തോ ഒരു തിരക്ക് ബഹളം ഐ കുഡൻറ്റ്. ആക്ച്വലി പോയ ഈ എലക്ഷൻ സീസൺ തുടങ്ങിയതിന് ശേഷം ഇതുവരെ എനിക്കങ്ങോട്ട് പണ്ടത്തെ പോലെ ഒന്ന് സ്റ്റേബിളായിട്ടിരുന്ന് കറക്റ്റായി ഞാൻ എൻജോയ് ചെയ്ത് വീഡിയോസ് എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്നേ ഇല്ല. എനിക്കിഷ്ടപ്പെട്ട ഓരോ കുക്കറി സാധനങ്ങൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ കാണുമ്പോൾ, എന്നുവെച്ചാൽ റാൻഡം കാര്യങ്ങൾ ഞാൻ കാണുമ്പോൾ
ഞാൻ വിചാരിക്കും. ഞാൻ പോലും കഴിച്ചിട്ടില്ലാത്ത സാധനങ്ങൾ, പക്ഷേ ഈസി സാധനങ്ങൾ. നമ്മൾ ഈ ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കാം, അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോ യൂട്യൂബിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം, എനിക്കൊരു പുതിയ സംഭവം പഠിക്കാമല്ലോ എന്നൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പലതിൻ്റെയും സ്ക്രീൻഷോട്ട്സൊക്കെ ഞാൻ എടുത്തൊക്കെ വെക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നേ ഇല്ല. ഐ വാസ് എക്സ്ട്രീംലി ലൈക്ക് പാക്ഡ് ആയിരുന്നു എൻ്റെ ദിവസങ്ങൾ. ഇപ്പോൾ ഹൻസൂന് കോളേജും സ്റ്റാർട്ട് ചെയ്തു. കുറേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും സം മെഡിക്കൽ എമർജൻസി ആയിരുന്നു. അപ്പച്ചയ്ക്ക് കാല് വയ്യ, കുറേ ദിവസം അപ്പച്ചയ്ക്ക് കാലിൽ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് അതൊരു ബാൻഡേജൊക്കെ കെട്ടി വെച്ചേക്കും. അപ്പോൾ അതിന് വേണ്ടി പോകണം, വരണം. അപ്പോൾ അങ്ങനെ കുറേ ദിവസം അത്. പിന്നെ എൻ്റെ അമ്മയ്ക്ക് കാല് വയ്യായിരുന്നു, മുട്ട് വയ്യ, പിന്നെ മുട്ടിൽ 2 ഇഞ്ചക്ഷനൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അതുമായിട്ട് അമ്മയ്ക്ക് റെസ്റ്റായിരുന്നു. ഡാഡിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് വെച്ച് ഡയബറ്റിക് ഭയങ്കരമായിട്ട് കൂടി ഒട്ടും വയ്യായിരുന്നു. നൗ ഹീസ് ഓൾസോ ബെറ്റർ. അപ്പോൾ ഡാഡിക്ക് ഒരു കാറ്ററാക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അഗർവാലിൽ കൊണ്ടുപോയത്. മൺഡേ ആണ് സർജറി വെച്ചേക്കുന്നത്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഇഷാനിക്ക് ചെന്നൈ പോയി, ഐ സർജറി ആയിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയും കുറേ ദിവസം അങ്ങ് തിരക്കായി. ഇപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ സുലുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കപ്പോൾ ഒരു വീഡിയോ എടുക്കാനൊന്നുള്ള ആ ഒരു ലൈക്ക് ഇഷാനിക്ക് അന്ന് സർജറിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ദിവസമുണ്ട്. എനിക്ക് സ്ട്രെസ്സാണ്. ഈ സാധാരണ യൂട്യൂബേഴ്സൊക്കെ അവരുടെ ലൈഫിൽ ഇതുപോലത്തെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഐ മീൻ അവരുടെ ഒരു ടെൻഷനൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കെന്തോ ആ സമയമാകുമ്പോൾ എനിക്ക് അതിനൊന്നും ഉള്ളൊരു മൂഡ് വരത്തില്ല കേട്ടോ. ഐ വോണ്ട് ബി ടു ടേക്ക് എ വീഡിയോ സംതിങ്. മേ ബി എനിക്ക് അങ്ങനെ വല്ലതും പറ്റിയ കുഴപ്പമില്ല. ചുറ്റുമുള്ളവർക്കൊക്കെ പറ്റുമ്പോൾ എനിക്കങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് ആകെ ഒരു ഉള്ളിലെവിടെയോ ഒരു എനർജി അങ്ങ് കുറയും. എനർജി കുറഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടായിപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് കുറേ ദിവസം വീഡിയോസേ എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എത്ര മെസ്സേജാണെന്ന് പറഞ്ഞു, സിന്ധു ആൻറ്റി എത്ര ദിവസമായി, എന്താ വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇടാത്ത കാരണം. ഇന്നലെ രാത്രി ഒരു യൂഷ്വലി രാത്രിയാകുമ്പോൾ ഇഷാനി പച്ച പയർ ബോയിൽ ചെയ്തതാണ് അവളുടെ ഡിന്നർ ഇപ്പോൾ കുറച്ച് നാളായിട്ട്. അതും സോട്ടേ ചെയ്ത വെജിറ്റബിൾസും പിന്നെ ഒരു 2-3 മുട്ടയുടെ വെള്ളയും. അപ്പോൾ ഇന്നലെ ഒരു 8:30 മണി കഴിഞ്ഞപ്പോൾ ഇഷാനി എന്നോട് പറയാം, എനിക്ക് മഷ്റൂം ബിരിയാണി ആക്കി തരുമോ? ഞാൻ പറയും ബിരിയാണിയാ? അയ്യോ, ബിരിയാണി ആക്കാനുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ. പുതിനയില ഇല്ല, മല്ലിയില കാണാൻ വഴിയില്ല. ബിരിയാണി ആക്കണ അരി ചിലപ്പോൾ കാണില്ല, മഷ്റൂം മാത്രം ഉണ്ട്. ഈശാനെങ്കിൽ പ്ലീസ് കണ്ണ് സുഖമില്ലാത്ത കുട്ടിയല്ലേ, എനിക്ക് ബിരിയാണി ആക്കി തരുമോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ഈ സ്വിഗ്ഗിയിലെ ഇൻസ്റ്റാമാർട്ടൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അതിൽ ഞാൻ എന്തോ വേണ്ട സാധനങ്ങളൊക്കെ വേഗം ഓർഡർ ചെയ്തെല്ലാം വന്നു. ടപടപേന്ന് ഞാനൊരു ബിരിയാണി ആക്കി. അപ്പം ഇന്ന് ഹൻസുവിന് കോളേജിൽ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പ്രോൺസ് ഫ്രൈ ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹൻസിനോട് ചോദിച്ചു, ഹൻസു ഞാൻ ആ പ്രോൺസും കൂടെ ഈ ബിരിയാണി മിക്സ് ആക്കി ഒരു ബിരിയാണി ആക്കിയാൽ ഹൻസു അത് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആ മഷ്റൂംസിൻ്റെ കൂടെ ഈ പ്രോൺസും കൂടെ ഇട്ട് ഒരു മഷ്റൂം ആൻഡ് പ്രോൺസ് മിക്സ് ചെയ്തൊരു ബിരിയാണി ഇന്നലെ ആക്കി. ആൻഡ് റിയലി ഇറ്റ് കെയിം ഔട്ട് വെൽ. ചിലപ്പോഴൊക്കെ ഞാൻ ബിരിയാണി ആകുമ്പോൾ അടിയിലൊക്കെ പിടിക്കാറുണ്ട്. ഞാനത്ര എക്സ്പേർട്ട് കുക്കൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിനതൊന്നും പറ്റിയില്ല. ഇറ്റ് വാസ് ലൈക്ക് പെർഫെക്റ്റ് അടിപൊളി ബിരിയാണിയായിട്ട് നന്നായിട്ട് ഇന്നലെ കഴിച്ചു. ഹൻസ് വളരെ ഹാപ്പി ആയിട്ട് ഇന്ന് അതാണ് കോളേജിൽ കൊണ്ടുപോയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഇന്നലത്തെ വിശേഷം. നമ്മുടെ ഇവിടെ ഫാനിട്ടാൽ ഈ മൈക്ക് വെച്ചേക്കുമ്പോഴേ ഭയങ്കര സൗണ്ട് കേൾക്കും. പക്ഷെ എന്നാലും നമ്മുടെ ഇവിടെ വെതർ വളരെ പ്ലസൻ്റാണ്. ഇന്ന് ഞാൻ നോക്കുവായിരുന്നു 29 or 28 ഡിഗ്രിയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത്. ആ ഡൽഹിയിൽ 42 ആണ്. ഞങ്ങൾ ഈ അടുത്ത് ട്രാവൽ ചെയ്തപ്പോൾ ഡൽഹി പോയപ്പോഴായാലും മലേഷ്യയിൽ പോയപ്പോഴായാലും ഞാൻ അഹമ്മദാബാദിൽ പോയപ്പോഴായാലും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചൂടായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇവിടെ നമുക്ക് കുറച്ച് ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ നന്നായിട്ട് വിയർക്കും. അവിടെ നിന്ന് പോയി നമ്മൾ വിയർക്കത്തില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എന്നാലും പൊള്ളുന്ന വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. അപ്പം നമുക്കിവിടെ അത്യാവശ്യം മഴയൊക്കെ കിട്ടിത്തുടങ്ങി. ഇനി ആ നാട്ടിലൊക്കെ എപ്പോഴാണ്. ചെന്നൈ വളരെ പ്ലസൻ്റ് ആയിരുന്നു. ഞങ്ങൾ ചെന്നൈ പോയ ദിവസങ്ങൾ അവിടെയും മഴ. പണ്ടൊരു കാലത്ത് കേരളം കുറച്ചുകൂടെ കൂളറും ചെന്നൈ കുറച്ചുകൂടെ ഹോട്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എത്രയോ കാലമായിട്ട് ഇവിടെ കുറച്ച് ചൂടുള്ള സമയത്ത് നമ്മൾ ചെന്നൈ പോകുമ്പോൾ നമ്മൾ ഇവിടത്തെക്കാൾ ബെറ്റർ വെതറായിരിക്കും അവിടെ. എന്താണെന്നറിയത്തില്ല, അവിടെ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിരിക്കും. എപ്പോഴും ഒരു കാറ്റ് കാണും. നമുക്കിവിടെ അത്ര കാറ്റൊന്നുമില്ല. നമുക്കിവിടെ എന്താണെന്നറിയില്ല, നമ്മുടെ ഇന്ന് ഇവിടെ ഒരു കാറ്റടിക്കുക, നമ്മുടെ മുടി സ്വന്തമായിട്ട് പറക്കുക ഒന്നും ചെയ്യാറേ ഇല്ല. വേറെ ചെന്നൈയിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലൊക്കെ നിന്ന് ഉഗ്രം കാറ്റായിരിക്കും വരുന്നത്, അടിപൊളി കാറ്റ് വരും. ഇവിടെ അതെന്താണോ ഇല്ലാത്ത. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മറ്റേ ഈ ഒരു മന്ത് വാസ് റിയലി ജൂൺ തുടങ്ങി അന്നോട്ട് ശരിക്കും തിരക്കായിരുന്നു. ഇന്ന് June 12th, ഇന്ന് കിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ്.
കിച്ചൊരു ബർത്ത്ഡേ പേഴ്സണേ അല്ല, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തീരെ ആഗ്രഹവും ഇഷ്ടവും ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നാലും മാത്യൂസ് കേക്ക് കഴിക്കാൻ എനിക്കും പിള്ളേർക്കൊക്കെ എപ്പോഴും ഒരു കൊതിയുള്ളത് കൊണ്ട് ഞാൻ ഇന്നലെ വിളിച്ചിട്ട് മാത്യൂസ് കേക്കിലവിടെ വിളിച്ച് പറഞ്ഞു ഒരു കേക്ക്, ഒരു 1 കിലോയുടെ ഒരു കേക്ക് വേണം എന്ന് പറഞ്ഞ് ഇന്ന് ഞാൻ പോയി ഇത് കളക്ട് ചെയ്തു. ആൻഡ് കിച്ചുവിനെ വീഡിയോ കോൾ ചെയ്ത് കിട്ടുവാണെങ്കിൽ കിച്ചുവിനെ വിളിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് കട്ട് ചെയ്യും. ഞാൻ കേക്ക് ബോക്സൊക്കെ ക്ലീനാക്കി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്ത് വെക്കാനായിട്ട്. കിച്ചുവിന് എനിക്ക് തോന്നുന്നു കിച്ചുവിന് രാവിലെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഡൽഹിയിൽ ഫ്രണ്ട്സ് ഗിഫ്റ്റൊക്കെ കൊടുത്തിരുന്നു. ഈ രാത്രി ഏതോ ഡിന്നറുണ്ടെന്ന് പറയുന്നു. അത് ബർത്ത്ഡേ പാർട്ടി ഡിന്നറല്ല, അല്ലാത്ത ഡിന്നറാണ്. ഇവിടെ ട്രിവാൻഡ്രത്തായിരുന്നെങ്കിൽ നമുക്കൊന്ന് പുറത്ത് എവിടെയെങ്കിലും പോകാം. പക്ഷേ എന്നാലും കിച്ചുവിന് പൊതുവേ ബർത്ത്ഡേ കുഞ്ഞിലേ തൊട്ട് അവരുടെ വീട്ടിലൊന്നും വലിയ സെലിബ്രേഷൻസേ ഇല്ലായിരുന്നു. പാരൻസ് കുറച്ച് ഏജ്ഡ് ആയിരുന്നത് കൊണ്ട്. ആരാ കുട്ടി? ഹൻസ് കുട്ടി എന്തെങ്കിലും വന്നേ? പാരൻസ് കുറച്ച് ഏജ്ഡ് ആയിരുന്നതുകൊണ്ട് അവരങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിരുന്നില്ല. നാളൊക്കെ നോക്കിയിട്ട് എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിൽ പോവുക, അങ്ങനെയൊക്കെ ഉള്ളു. എന്താ കുട്ടി? ഹൻസിക്ക, സച്ച് എ ക്യൂട്ട് ചൈൽഡ്. ഹൻസ് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ, വെരി വെരി വെരി. എന്നോട് ഭയങ്കര ഒരു സ്നേഹം കൂടുതലാണ് ഹൻസുവിന്. അങ്ങനെ പിന്നെ പറയാൻ വന്ന മറ്റേ എലക്ഷൻ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെയൊക്കെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് നല്ല കമൻസും ധാരാളം സാഡിസ്റ്റിക് കമൻസും ഉണ്ടായിരുന്നു. അടുത്ത വ്ളോഗ് ഉണ്ടാക്കുന്നില്ലേ, എവിടെ പോയി വ്ളോഗ് ഉണ്ടാക്കുന്നില്ലേ, ലൈക്ക് ഭർത്താവ് എങ്ങനെയാണ് തോറ്റത് എന്നും പറഞ്ഞ് വ്ളോഗ് ഉണ്ടാക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയുടെ താഴെയായാലും കുട്ടികളുടെ വീഡിയോയുടെ താഴെയായാലും ഒത്തിരി 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 ധാരാളം ഇതുപോലത്തെ നെഗറ്റീവ് കമൻസും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരു താങ്ക് യു. അതുപോലെ തന്നെ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഇതുപോലെ കളിയാക്കുന്ന എല്ലാവരോടും നിങ്ങളോടും കൂടെ ഒരു താങ്ക് യു. ബിക്കോസ് ഇതുപോലെയൊക്കെ ഉള്ള സംഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ ചെയ്യുന്ന കൃഷ്ണകുമാരൊക്കെ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് കൂടുതൽ ബെറ്ററായിട്ട് ചെയ്യാനുള്ള ആ ഒരു എക്സ്ട്രാ എനർജി വരുന്നത്. കൊല്ലം പോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലോട്ട് നമുക്ക് ഇലക്ഷന് കൃഷ്ണകുമാരൻ്റെ പേര് ലാസ്റ്റ് മിനിറ്റ് എന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലെയും ആൾക്കാരുടെ പേരുകളെല്ലാം വന്നു കഴിഞ്ഞതിനൊക്കെ ശേഷം ലാസ്റ്റ് മിനിറ്റ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊരു ബോംബെ ട്രിപ്പ് പോയിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയതും മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണം, അങ്ങനെയൊക്കെ ഒരു വീഡിയോ. ആ സമയത്ത് അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോഴായിരുന്നു ഒരു കോൾ വന്നത്. ലൈക്ക് ഈ കൃഷ്ണകുമാരൻ്റെ പേര് കൊല്ലത്തിന് വേണ്ടിയിട്ട്. ആ സമയത്ത് ലൈക്ക് നമുക്കതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അവിടെ സ്ഥിരം ജയിക്കാറുള്ള മിസ്റ്റർ പ്രേമചന്ദ്രൻ ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ് കൊല്ലത്ത്. ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഹൗസ് ഹോൾഡ് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പേസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലോസപ്പും പെപ്സോഡൻറ്റും അതും ഇതൊക്കെ ഉപയോഗിക്കുമെങ്കിൽ പേസ്റ്റ് നമ്മൾ പൊതുവേ ഒരു കോൾഗേറ്റ് എന്നുള്ളത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിലോട്ട് വരും. അതുപോലെ സോപ്പ് പൊടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സൺലൈറ്റും ടൈഡും ഏരിയയിലും ഒക്കെ ഉണ്ടെങ്കിലും സർഫിനോട് എവിടെയോ പൊതുവെ ഇന്ത്യക്കാർക്ക് നമുക്ക് ഏറ്റവും അധികം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്കൊന്ന് കൊല്ലത്ത് എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹമാണ് ലെഫ്റ്റിൽ കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ ആയിരുന്നപ്പോഴും ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നപ്പോഴായാലും എത്രയോ കാലമായിട്ട് ജയിച്ചു വരുന്ന ഒരാളാണ്. അത്യാവശ്യം ജനങ്ങളുടെ ഇടയിൽ വളരെ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു MP ആണ്. അപ്പോൾ കിച്ചുവിന് തന്നെ കേരള പൊളിറ്റിക്സിൽ മറ്റ് പാർട്ടികളിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരിൽ ഒരാൾ മിസ്റ്റർ പ്രേമചന്ദ്രനാണ്. കിച്ചു എപ്പോഴും പറയാറുണ്ട് ലൈക്ക് ഈസ് എ നൈസ് പേഴ്സൺ എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ പേര് വരുമ്പോൾ നമുക്കിപ്പോൾ പാർട്ടി കൃഷ്ണകുമാറിന് അവിടെ നിൽക്കാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃഷ്ണകുമാറിൽ എന്തോ ഒരു കേപ്പബിലിറ്റി കണ്ടതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മണ്ഡലത്തിലോട്ട് കൃഷ്ണകുമാറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിന് ഒന്നുകിൽ നമുക്ക് പറയാം അയ്യോ അവിടെ പോയിട്ട് ഒരു കാര്യമില്ല, എനിക്ക് പോകാൻ വയ്യ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പാർട്ടി പറയുന്നതനുസരിച്ച് പോകാം, നമുക്ക് പറ്റുന്ന മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 25-26 ദിവസമായിരുന്നു ആകെ ഉണ്ടല്ല. ആ ഏറ്റവും ചുരുങ്ങിയ സമയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമുക്ക് അവിടെ പോയി ചെയ്യാം. ആ ഒരു ചാലഞ്ച് കിച്ചു ഏറ്റെടുത്ത് പോയി ആൻഡ് ഹി പെർഫോംഡ് റിയലി വെൽ. ആ കൊല്ലത്തെ 3 കാൻഡിഡേറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും
ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഒന്നും ചെയ്യാതെ വളരെ 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 പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് അവിടെ നടന്നത്. ആൻഡ് അടിപൊളിയായിട്ടാണ് കിച്ചു അവിടെ ഫൈറ്റ് ചെയ്തത്. ഹിസ് ക്യാമ്പയിൻ ആയാലും കിച്ചുവിൻ്റെ സ്പീച്ചസ് ആയാലും എവറിത്തിങ് വാസ് ഓർഗാനിക് ആൻഡ് വെരി 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 ഗുഡ്. കണ്ണിന് മുറിവേറ്റത് പോലും നിങ്ങൾക്ക് പലർക്കും അത് ഒരു ഗിമ്മിക്കായിട്ട് തോന്നും. ഒരു ഗിമ്മിക്ക് കാണിക്കാനാണെങ്കിൽ അത് ചെയ്യാതെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഇഷാനിയുടെ ഒരു ഹാലോവിൻ പാർട്ടിയിൽ ഇഷാനി യൂസ് ചെയ്തേക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ബ്ലഡിൻ്റെ അത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കാരോ കല്ലെറിഞ്ഞു, നമ്മുടെ നെറ്റി പൊട്ടി ചോര ഒഴുകുന്നു എന്നൊക്കെ നല്ല മേക്കപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെന്നുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ണിനകത്ത് കുത്തി എന്ന് പറഞ്ഞ് ഡ്രാമ ഉണ്ടാക്കാൻ കൈയൊടിങ്ങെന്നോ കാലൊടിങ്ങെന്നോ ഒക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു വിലയില്ലേ. അപ്പോൾ ദാറ്റ് വാട്ട് എവർ ഹാപ്പൻ ടു ഹിം വാസ് വെരി വെരി അൺഫോർച്ചുനേറ്റ്. ആൻഡ് കിച്ചുവിൻ്റെ കണ്ണ് ഇപ്പോഴും ഭയങ്കര വേദനയാണ്. പുള്ളി എങ്ങനെയോ മരുന്നൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുവാണ്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പുള്ളിയുടെ സ്പീച്ചസ് വളരെ ഓർഗാനിക്കായിരുന്നു. ആ ഒരു കോളേജിലെ സ്പീച്ചായാലും എല്ലാം വളരെ ഓർഗാനിക്കായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ കിച്ചു അവിടെ ക്യാമ്പയിൻ ചെയ്തു. നല്ലൊരു, അതും ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലം എന്ന് വെച്ചാൽ കൊല്ലം തുടങ്ങുമ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് നമ്മൾ എറണാകുളത്തോട് കാർ ഓടിച്ച് പോകുമ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് ക്രോസ് ചെയ്ത് പോകുന്ന ഒരു സ്ഥലം. പണ്ട് സിറ്റി കയറി പോയിരുന്നു, ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ ബൈപ്പാസ് കട്ട് ചെയ്താണ് പോകുന്നത്. പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടി കിച്ചു കുറച്ച് നാളവിടെ പോയിട്ടുണ്ട്. ഞാനും ഒക്കെ ഷൂട്ടിങ്ങിന് 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പണ്ടൊക്കെ നാനയുടെ ഓഫീസ് കൊല്ലത്തായിരുന്നപ്പോൾ പണ്ട് ഞങ്ങളവിടെ പല പ്രാവശ്യം നാനയുടെ ഓഫീസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചുവിൻ്റെ അമ്മയുടെ ഒരു അനിയൻ അവിടെയാണ്. ആ മാമനെ കാണാൻ അവിടെ കുറച്ച് പ്രാവശ്യം പോയിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടുത്തെ മുക്കുമൂല്യം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് കൃഷ്ണമ്മ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തപ്പോൾ ഇവിടുത്തെ നമുക്ക് ഓരോ ഏരിയ അറിയാം. ഇവിടെയൊക്കെ നമുക്കറിയാം ഏത് ഏരിയയിലാണ് നമുക്ക് പോയാൽ നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യതയെന്നും എവിടെ പോയാലാണ് വോട്ട് ഇല്ലാത്തതെന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ കൊല്ലം നമുക്ക് അങ്ങനെയല്ല. എന്നിട്ടും അതിനൊരു ചാലഞ്ചായിട്ട് എടുത്താൽ മിനിമം ടൈം. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സും എന്തുമാത്രം സമയം കിട്ടി. അവരുടെയൊക്കെ പേരൊക്കെ എന്തൊക്കെയോ ആണ് അനൗൺസ് ആയത്. അപ്പം അവർക്കൊക്കെ അവിടെ വർക്ക് ചെയ്യാൻ ഒരു ബേസ് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടി. സോ കിച്ചുവിന് ഈ ഏറ്റവും ചുരുങ്ങിയ സമയത്താണ് അവിടെ വർക്ക് ചെയ്തത്. ആൻഡ് ഓൾമോസ്റ്റ് 8% വോട്ടിംഗ് ശതമാനം കൂടി. അത് കിച്ചു ഒരാളുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ആ ഒരു 8% വോട്ടിംഗ് അവിടെ വോട്ടിങ്ങിൻ്റെ ശതമാനം അതുപോലെ കൂടി. എനിക്ക് പണ്ടൊക്കെ ഇതുപോലെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഐ നെവർ അണ്ടർസ്റ്റുഡ് എനിത്തിങ്. ഇപ്പോൾ സ്ലോലി ഞാൻ അതൊക്കെ മനസ്സിലാക്കി തുടങ്ങുന്നു. അപ്പം ഈ പോളിറ്റിക്സിൽ കിച്ചു ഒരു ചെറിയ കുട്ടിയാണ്. ഐ മീൻ ലൈക്ക് ഹിസ് ഏജ് ഇൻ പോളിറ്റിക്സ് ഇസ് നോട്ട് മച്ച്. ചെറുതായിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുണ്ട്. സോ മച്ച് മോർ ടൈം ഫോർ ഹിം ടു വർക്ക് ആൻഡ് ഇംപ്രൂവ് ആൻഡ് ഡു ബെറ്റർ. ആരും എന്നൊരു നാൾ പറയുന്നുണ്ടായിരുന്നു BJP എന്ന് പറഞ്ഞ പാർട്ടി കേരളത്തിലെ ഒരു അഡോളസെൻ്റ് ഏജിലാണ്. അഡോളസെൻ്റ് ഏജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു LKG UKG പോലെയല്ല. ബാക്കി പാർട്ടികളൊക്കെ സ്കൂളും കഴിഞ്ഞു ഇതെന്തോന്നും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും ഡിഗ്രിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു PhD അവസ്ഥയിലാണ് ബാക്കി എല്ലാവരും. വേറസ് BJP ഒരു പിച്ച വെച്ച് കയറി വരുന്നതേ ഉള്ളൂ. ആൻഡ് അതുകൊണ്ട് ഈ ഒരു എലക്ഷൻ തോറ്റു എന്ന് വെച്ചിട്ട് അതിൽ ഞങ്ങൾക്കങ്ങനെ വലിയ ദുഃഖം സങ്കടം അതൊന്നുമില്ല. കാരണം അതൊരു നല്ലൊരു കോമ്പറ്റീഷൻ ഫൈറ്റ് ചെയ്തു, നന്നായിട്ട് പെർഫോം ചെയ്തു. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹിസ് പെർഫോമൻസ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ നെഗറ്റീവ് അത് എഴുതി ട്രോൾ ഉണ്ടാക്കി അത് എന്ന് വെച്ചാൽ എന്നെ തീരെ ബാധിക്കില്ല. ഞാനൊക്കെ അന്ന് വളരെ ലൈറ്റായിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ആ വേദന നമ്മൾ അകത്തോട്ട് എടുക്കണോ വേണ്ടേ എന്നുള്ള നമുക്ക് തന്നെ സ്വയം തീരുമാനിക്കാം. ആസ് ലോങ് ആസ് നമ്മളെ ഫിസിക്കലി ആരും ഹേർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ മാനസികമായിട്ട് നമ്മളെ ഡൗൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ ഉള്ളിലോട്ട് നമ്മൾ എടുക്കണോ വേണ്ടേ നമുക്ക് തന്നെ തീരുമാനിക്കാം. സോ എടുത്തില്ലെങ്കിൽ അവിടെ ഇരുന്ന് ആരെന്തോ പറയട്ടെ, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്റ്റ് മീ എന്ന് വിചാരിച്ചാൽ കൂൾ. അപ്പം ഞാനിനി പോയിട്ട് ഈശാനിയോട് ഇപ്പോൾ എപ്പോഴും ഞാൻ കിടക്കാൻ പറയാം. അല്ലെങ്കിൽ മൊബൈലും അധികം യൂസ് ചെയ്ത് വിടാം, TV ഒന്നും കണ്ടുവിടാം. ഞാൻ ഈശാനി പോയി കിടന്നുറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഈശാനി എണീറ്റിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പോയിട്ട് കിച്ചുവിൻ്റെ ബർത്ത്ഡേ കേക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. കിച്ചുവിന് വീഡിയോ കോളിൽ കിട്ടുവാണെങ്കിൽ വിളിക്കാം. ഓസി ജിമ്മിൽ ജോയിൻ ചെയ്തു, നല്ല കുട്ടിയാവാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഓഫീസിൽ പോയി. ഓസി വരാൻ ലേറ്റ് ആവും. ആ കേക്ക് ഞാൻ ഉച്ചയ്ക്ക് മുന്നേ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എനിക്കൊരു പേടി, അത് വേഗം ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കയറ്റണം. അമ്മു ചെന്നൈയിലാണ്. അമ്മു ഫ്രണ്ട്സുമായിട്ട് ഞാനും ഈശാനിക്ക് പോകുന്നപ്പോൾ അമ്മു പോണ്ടിച്ചേരിയിൽ അമ്മുവിൻ്റെ ഫ്രണ്ട്സ് നിവേദൻ ശ്രീകാന്തായിട്ട് പോയിരുന്നു. ഇനി തിരിച്ചെത്തി നൈറ്റ് ഫ്ലൈറ്റിൽ അമ്മു തിരിച്ചു വരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അമ്മുവിനെ പിക്ക് ചെയ്യാൻ പോകണം.
അപ്പോൾ അത്രയൊക്കെ തന്നെ. ഇനി ഞാൻ താഴെ പോയി കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷ്വൽസ് എടുക്കാൻ പറ്റിയ നിങ്ങളെ കാണിക്കാം. പിന്നെ വേറെ എന്തെങ്കിലും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കാം. ഓക്കെ, അപ്പോൾ പോയാലോ? ഇതാണ് കിച്ചുവിൻ്റെ കേക്ക്. ഉച്ച തൊട്ട് ഇവിടെ ഇരിക്കുക. വെറൈറ്റി ആണ്, നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്ത കേക്കാണ്. ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ് മാത്യൂസ് കേക്ക്. സാധാരണ ഹൻസുവിനൊക്കെ ചേരുന്ന പോലെ ഒരു കളർ കോമ്പിനേഷനിലാണ് പേരൊക്കെ എഴുതിയിരിക്കുന്നത് അല്ലേ? പിങ്കും ഗ്രീൻ ആൻഡ് ഓൾ ദാറ്റ്. അപ്പം ഇനി ഇത് കുറേ മണിക്കൂറുകളായി വീട്ടിലെത്തിച്ചിട്ട് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് തന്നെ ഡബ്ബയിലിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കണം. സോ വി തോട്ട് ഒന്ന് കട്ട് ചെയ്യാൻ. എനിക്കിപ്പോൾ അമ്മൂനെ വിളിക്കാൻ എയർപോർട്ടിൽ പോകണം. സോ ഒന്ന് കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊന്ന് കിച്ചന് വീഡിയോ കോൾ ചെയ്യട്ടെ. ഹൻസ് കട്ട് ചെയ്യോ? ഞാൻ വീഡിയോ കോൾ ചെയ്യാം. നീ വീഡിയോ കോൾ. എടുക്കുന്നില്ല, ചമ്മിയോ എന്തോ. ഹലോ, ആഹാ, ആ ഹായ്, ആരാ? എൻ്റെ ലെൻസ് ഇത്ര ക്ലീൻ ആയാൽ മതി. ഒരു മിനിറ്റ് തുടക്കട്ടെ. ക്ലീൻ ആയോ? ഈ ലെൻസാ തുടക്കേണ്ടത്. ഇപ്പൊ ക്ലീൻ ആയോ? ആ, ഓ ഹൻസ് പറയാ കിച്ചു ഇട്ടേക്കണ ഷർട്ട് കൊള്ളാന്ന്. എവിടെ നിന്നാന്ന് പറഞ്ഞു കൊടുത്തേ? മോക്ഷയാണ്. എവിടെ നിന്നാന്ന് പറഞ്ഞു കൊടുത്തേ? അതൊന്നും അറിയില്ല. ആര് വാങ്ങി തന്നെന്നു പറഞ്ഞു കൊടുത്തേ? സിന്ധു. ആരാ വാങ്ങി തന്നെ? എന്തിനാ വിളിച്ചെന്ന് പറ. ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയാവോ? ചുമ്മാ ഒരു 500 രൂപ കടം ചോദിക്കാൻ. കിച്ചൻ ബർത്ത്ഡേ ടുഡേ 35 വയസ്സായി. 36 അല്ലേ? 36 വയസ്സായി. 37 വയസ്സായി അല്ലല്ലോ? എത്ര വയസ്സായി? 33. ഓ 33 വയസ്സായി. സോ ഹാപ്പി ബർത്ത്ഡേ. ഇന്നെന്താ പ്ലാൻ? കേക്ക് കട്ടിയട്ടെ. ഹൻസു വാ. അങ്ങനെയല്ലമ്മ. എങ്ങനെയാ കാണിച്ചു കൊടുക്കുന്നത്? ഇതിനതാ ഇങ്ങനെ ആക്കിയാ മതി, എന്നിട്ട് ബാക്ക് ക്യാം വെച്ച് കാണിച്ചോളൂ. അങ്ങനെയല്ല അമ്മ, അമ്മയുടെ ആംഗിൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യണ പോലെ കാണിക്കേ. ഇങ്ങനെ? ആ, ഈ സൈഡിലല്ലേ കൃഷ്ണകുമാറിന്റെ പേര്? എന്നാ അങ്ങനെ കാണിക്കേ. ആ, ഇനി ഹൻസു കേക്ക് കട്ട് ചെയ്തേ. അമ്മ അങ്ങനെ ചെയ്യാതെ അമ്മയും കൂടെ കൊണ്ടുപോകാം. ഹാപ്പി. എപ്പോഴത്തെ? ആ, ഹൻസുനെ കാണാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ KKG, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ കുഞ്ഞു കുട്ടിക്ക് വെട്ടാനും അറിയില്ല. കിച്ചന് കൊടുത്തേ, കിച്ചന് വായിലോട്ട് വെച്ചു. ഇനി ഹൻസ് കഴിച്ചു. നമ്മ നല്ല പീസ് പിന്നെ വെട്ടി കഴിച്ചോളാം. ഇഷാനി പിന്നെ നല്ല പീസ് വെട്ടി കഴിച്ചോളാം. ഇങ്ങനെ പിച്ചിത്തരണേന്ന് എനിക്ക് വേണ്ട. എന്റെ പേരോ പോയോ? ഹൻസ് കുട്ടിയെ കാണാം. ഹൻസു, ഹൗസ് ദ കേക്ക്? കേക്ക് സൂപ്പർ. എന്നിട്ട് അടിപൊളി വീഡിയോ അല്ലേ? ഇവിടെ 95 ജനിച്ചവർക്ക് വരെ വീഡിയോ എടുത്ത്, ഈ 2000 ജനിച്ച എനിക്ക് ഒരു വീഡിയോ പോലും ഇല്ല. എന്റെ നമ്മുടെ വീഡിയോ ഒന്നും ഇല്ല കിച്ചു. അമ്മൂനും ഓസിക്കും വരെ ഉണ്ട്. ഇല്ല, കാരണം ആ ഒരു പീരിയഡില് നമ്മൾ വളരെ ബിസി ആയിരുന്നു. നമ്മളൊന്നും വീഡിയോ, നിങ്ങൾക്ക് എന്റെ ഒന്നും കാര്യം നോക്കാൻ സമയമില്ലായിരുന്നെന്ന് പറ. നമ്മുടെ ഉള്ളൊന്നും നമ്മുടെ ഫുട്ടേജസ് ഇല്ല. സൂര്യ ടിവിക്കൊക്കെ വേണ്ടി നമ്മള് പ്രോഗ്രാം ചെയ്തില്ലേ? അതിലെ ഇഷാനിയൊക്കെ അതിന്റെ ആ ടൈറ്റിൽ സോങ്ങിലുണ്ട്. പക്ഷെ അതിന്റെ ഒന്നും നമ്മുടെ ഇല്ല വീഡിയോ. ആരോട് പറയാൻ? പറഞ്ഞിട്ടൊന്നൊരു കാര്യമല്ലേ ഇഷാനി? ആ, അപ്പൊ ഈ ഡ്രസ്സാണോ അത് രാത്രി ഡിന്നറിന് ഇട്ടോണ്ട് പോണേ? അവിടെ പോവാണോ? ഓക്കെ. ഓഫീസിൽ പോയപ്പോ ഞാൻ അറിയാതെ സാർ അവിടെ ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ച്, സ്വീറ്റ്സ് വാങ്ങിച്ച്, ബൊക്കെ വാങ്ങിച്ച് അവിടെ കേക്ക് കട്ട് ചെയ്തു. ഇപ്പൊ അതിനകത്ത്
That's so sad. You should have told me in the morning itself. Yeah, കൊച്ചു വയസ്സൊന്നുമില്ലല്ലോ. No, കൊച്ചു പ്രായത്തില് വേണ്ട. When you are growing old, when you are getting aged, you should celebrate. അതുകൊണ്ട് ഇന്ന് ഹയാത്തിൽ വരാൻ മതി. അവർക്ക് ഹയാത്തിന് വേണ്ട വീട്ടിൽ ഇരിക്കാം. ഇതിന് വീടാണല്ലോ ഏറ്റവും ഇഷ്ടം. നല്ല സുഖമില്ല അവിടെ. കണ്ണെങ്ങനെയുണ്ട്? കണ്ണെങ്ങനെയുണ്ട്? Scan is perfect. നോക്കട്ടെ. ഇന്ന് നമ്മൾ ഐ കെയർ ഡോക്ടർ സുശീൽ അദ്ദേഹം വിളിച്ചിരുന്നു. സുശീൽ ചൗധരി ഹൗ ഇസ് ദ ഐസ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ താങ്ക് യു സോ മച്ച്. അവിടുത്തെ ട്രീറ്റ്മെന്റ് വാസ് പെർഫെക്റ്റ്. അപ്പൊ ശരി, ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ട് ചെയ്ത് ഡബയ്ക്കകത്താക്കട്ടെ. ആയിക്കോട്ടെ, ഓക്കെ. ബൈ. താങ്ക് യു. ബൈ ബൈ. അൻസു, ഇഷാനി, ഇസാണി മറ്റേ MGR കണ്ണാടിയൊക്കെ ആയിട്ട് നിൽക്കുക. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് ഡബയിലാക്കാം. ഇഷാനി ഈസ് വെയിറ്റിംഗ് ടു ഈറ്റ് ഇറ്റ്. ഐ നോ ദാറ്റ്. ഡബ എടുത്തിട്ട് വേണം. ഈച്ച വരുന്നതിന് മുന്നേ അയ്യോ ഇല്ല എന്താ ഇനി ഇഷാനി കുട്ടിക്ക് നമുക്ക് ഈ വലിയ കേക്ക് കൊടുക്കും. അപ്പോൾ ഓസിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ അറിയാൻ എല്ലാവർക്കും വളരെയധികം താല്പര്യമുണ്ട്. അത് കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ, ഓസിയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ റൈറ്റ്സും എക്സ്ക്ലൂസീവ്ലി ഓ ബൈ ഓസി എന്ന് പറഞ്ഞ ചാനലിന് നമ്മൾ തൽക്കാലം കൊടുത്തേക്കുവാണ്. ഓ ബൈ ഓസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ. ഓസി ടോക്കീസ്, സ്റ്റിപ്പ് ഓഫ് ടങ്, ഓസി ടോക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിലാണ്. എന്താ കുട്ട എന്താ? അപ്പോൾ ഓസി ടോക്കീസിലാണ് ഓസിയുടെ ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധപ്പെട്ട എല്ലാം വരാൻ പോകും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ വീഡിയോയിൽ ഓസിയുടെ സാരി നോക്കാൻ പോയി. ഞാൻ വന്നിട്ട് എനിക്കൊരു സ്പോയിലർ ആവാൻ താല്പര്യമില്ല. അതാണ് ഓസി എന്താണ് ഇടുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഓസി എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഓസിയുടെ കല്യാണ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് റിയലി ഡോണ്ട് വാണ്ട് ടു ബി എ സ്പോയിലർ. ഈ ചില ആൾക്കാരുടെ കല്യാണത്തിനിടയിലൊക്കെ ആൾക്കാർ മറ്റേ വീഡിയോ എടുത്ത് ആദ്യമേ കിട്ടുക. അപ്പോൾ എനിക്ക് അതുപോലെ ആവട്ടെ. സോ ഓസിയുടെ കാര്യങ്ങളെല്ലാം ഓസിയുടെ ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. പിന്നെ അല്ലാതെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഷുവർലി എത്തിയുള്ളൂ. ഞാനും കുറച്ച് എക്സൈറ്റഡ് ആണ്. ആ ഫംഗ്ഷൻ എന്താ ഇടുക, ഈ ഫംഗ്ഷൻ എന്താ. ഞാനും ഇഷാനിയൊക്കെ ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട്. അമ്മു ഇന്ന് രാത്രി എത്തും. ദെൻ ടു പ്ലാൻ എ ലോട്ട് ഓഫ് തിങ്സ്. ഇനി ഈ വലിയ പീസ് കേക്ക് ഞാൻ എൻ്റെ ഇഷാനിക്ക് കൊടുക്കട്ടെ. ഓക്കെ, ബൈ. Happy birthday to you. Thank you. Happy birthday to you. Happy birthday to you. ഞാനൊരു കുളിയെല്ലാം കഴിഞ്ഞു. അമ്മുനെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ അമ്മു അപ്പോഴാണ് എനിക്ക് മെസ്സേജ് ചെയ്തത് ഇച്ചിരി ഫ്ലൈറ്റ് ഡിലേഡാണ്. അപ്പം ഞാൻ ചെല്ലാം, ഞാൻ ഇറങ്ങിപ്പോയി. ഞാൻ ചെന്നാൽ കുറച്ച് നേരം ലുലുവിലൊന്ന് കയറാം, 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഞാൻ നാളെ വരാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ചെന്നാൽ ഇവിടെ കയറാം. ഇവിടെ നിന്നാകുമ്പോൾ എയർപോർട്ടിലോട്ടൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്താമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് കുറച്ചൊക്കെ കഴിയുമ്പോൾ എയർപോർട്ടിലോട്ട് പോകാം. അങ്ങനെ ഐ എം ഹാപ്പി. എനിക്കിഷ്ടമായി ഇങ്ങനെ ഒറ്റയ്ക്ക് സോളോ ഷോപ്പിംഗ്, ഒറ്റയ്ക്ക് വന്ന്. പ്രത്യേകിച്ച് നമുക്കൊന്നും ഒരു 1 hour നമ്മുടെ മുമ്പിൽ, ഓൾമോസ്റ്റ് 45 minutes നമ്മുടെ മുമ്പിൽ ഫ്രീ ആയിട്ടുണ്ട്. അതിനിവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് എനിക്ക് എടുക്കാനുള്ളതൊക്കെ എടുത്ത് പതുക്കെ എയർപോർട്ടിലോട്ട് പോവാം. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കിവിടെ മോളിൽ കാണാൻ പറ്റിയാൽ അത് ഷെയർ. ഓക്കെ, അമ്മു എത്തി. അപ്പോൾ ഐ തിങ്ക് ഐ ബെറ്റർ സ്റ്റോപ്പ് മൈ വീഡിയോ നൗ. അമ്മു വന്ന് കുളിക്കാൻ പോയി. ഹൂസ് ദിസ് ഗേൾ?
wearing Kichu's t-shirt. സിനിമാറ്റിക്കിൽ എടുക്കുന്നതുകൊണ്ട് വെച്ചാൽ ഞാൻ ബാക്കിൽ ഒരു നീ ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നോ? നീ ഫ്രണ്ടിലാ ഇങ്ങോട്ടാ അല്ല, അങ്ങനെ വന്നാലും ഒരാളെ കിട്ടത്തുള്ളൂ എന്നാ തോന്നുന്നു. ഇപ്പൊ നീയില്ലേ? നീ എന്റെ വീഡിയോ നീ നിന്റെ ഫേസ് നോക്കാനുള്ള സംഭവം. അതെ അതെ, കുരു കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതുകൊണ്ടാ ഉണ്ട് നെറ്റിയിൽ ചൂട് ചൂട് ചൂട്. യെസ് യെസ്. അപ്പോൾ ഓക്കെ, സോ സീ ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഓസിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞ ഓസിയുടെ കല്യാണത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിയാ കൃഷ്ണക്കാണ്. നിന്റെ ചാനലിൻ്റെ പേരെന്തുവാ? ഓസി ടോക്കീസ്. ഞാൻ ആദ്യം തന്നെ ഓബൈ ഓസി ഓസി ടോക്കീസ് ആണ്. അതുകൊണ്ടാണ് നമ്മളാരും അതിനെക്കുറിച്ചൊന്നും പറയാത്തത് അല്ലേ? നോ കോപ്പിറൈറ്റ് കൊടുത്തിട്ടില്ല. കോപ്പിറൈറ്റ് ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ശരിയാ, ഞാൻ ബാക്ക് ടു ഗോസിപ്പ്. Okay. Good night. So see you all soon in my next video.